Audience. നിന്നെ ഞാൻ ഇടിച്ച് ഞാൻ സൂപ്പാക്കും ഞാൻ ഉണ്ടായിരുന്നോ എനിക്ക് നീ എന്നെ ഒന്ന് ഇടിക്കടാ ആ ഇവിടെ അയ്യോ എന്നെ അറിയല്ലേ നീ ആരോട് കാര്യം പറയുന്നത്? ഓ എവനോട് എവനാ? എന്റെ ശത്രു പക്രു കൊടുക്കണ്ട. ഏത് പക്രു? അതിനവിടെ ആരുമില്ലല്ലേ? ഞാനാണ് പക്രു. ഇതെന്തൊരു കളി? ഡബിൾ കളിയേ? ഡബിൾ കളി. ഇങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചാൽ എന്താടാ സുഖം? ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ തണ്ടിക്ക് കളിക്കുമ്പോഴല്ലേ മത്സരം വരത്തുള്ളൂ. ഇതാണ് നല്ല രസം. വേണമെങ്കിൽ റൊണാൾഡോ അമ്മ കളിച്ചു പോകും. ഇങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുന്നതിനകത്ത് എന്തോ രസം ഉണ്ടെന്നായി പറയുന്നത്. അതാകുമ്പോഴേ തോറ്റ വിഷമം പറ്റത്തില്ല. എന്തായാലും പിന്നെ ഞാനല്ലേ ജയിക്കൂ. കളി കളിക്കണമെങ്കിൽ 10ഉം 14ഉം പിള്ളേരാ. വീടുകൾ തോറും കയറി ഇറങ്ങും പിള്ളേരെ സംഘടിപ്പിക്കും. ഇത് ആര്? എവിടെ പോയി? തങ്കത്തിനെ കാണാൻ. അവക്ക് പുളി വേണോന്ന് പറഞ്ഞില്ലേ പാലേ കൊണ്ടുപോകാൻ. കുടംപുളി അപ്പയ്ക്ക് കൊടുക്കാനായിട്ട് കൊണ്ട് കൊടുത്താ? അതെ, അമ്മക്കും കുടുംബം ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്. പോകുമ്പോ അമ്മക്കടായാലും ഇച്ചിരി പുളിയൊക്കെ തന്നു വിട്ടാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അന്ന് നീ ഇവിടെ അല്ലേ എപ്പോഴും, പിന്നെ എന്തിനാ എനക്ക് പുളി? നല്ല തമാശ അത് കൊള്ളാം കേട്ടോ. ഇച്ചിരി ഇച്ചിരി തമാശ വരുന്നുണ്ട്. ഞാൻ വരുന്ന വെള്ളിയാഴ്ച കുടങ്ങാളെ പോകുന്നുണ്ട്. എനിക്കൂടെ ഇച്ചിരി കുടംപുളി തന്നെ. നീ പറഞ്ഞോ, അത് എത്ര വേണം? എത്ര വേണമെന്ന് വെച്ചാൽ ഒരു 1-2 കിലോ എടുത്തു. അപ്പൊ ഞാൻ കൊണ്ടുതരാം. പൈസ വെച്ചേക്കണേ. പൈസ? പിന്നെ എന്റെ എവിടുന്ന് ഞാൻ വാടകയ്ക്ക് കിടക്കണ എനിക്ക് എവിടുന്ന് കുടംപുളി? പിന്നെ ഇപ്പൊ പപ്പയ്ക്ക് കൊടുക്കാനായിട്ട് എവിടെ നിന്ന് കിട്ടി? നമ്മളെ വീടിന്റെ അടുത്തില്ലേ രജനി, അവളേന്ന് വാങ്ങിച്ചോണ്ട് കൊടുത്തതാ പൈസ. അത് ശരി. അങ്ങനെയാണെങ്കിൽ പൈസക്കുള്ള പുളി എനിക്ക് വേണ്ട. അല്ല, അത് കഴിച്ചാലേ റോസ്മേരി പിന്നെ തെറി വിളിക്കുമ്പോ ഈ പുളി ഇങ്ങനെ ചേർത്ത് പുളിച്ചതെറിയാം. അതെന്തോന്നാണ് ഈ പുളിച്ചതെറി? അറിയത്തില്ല? തമ്മയെല്ലാം അടിച്ച് വീലായിട്ട് വരുമ്പോ മട്ടുപ്പാവിന്ന് വിളിക്കത്തില്ലേ നിങ്ങള്? അതന്നെ. പിന്നെ തമ്പിച്ചേട്ടോ അങ്ങനെയൊന്നും എനിക്കറിയാം. മക്കളെ നീ പോയില്ലേടാ? ഞാൻ പോണില്ല. അതാകുമ്പോഴേ ഇവിടത്തെ ഒരു വൈബ് അവിടെ കിട്ടത്തില്ല. ആംബുലൻസ്. നീ പോന്നില്ലേ? പപ്പയുടെ കാണാൻ പോണില്ലേ? ഒന്ന് വരുമ്പോ വരുമ്പോഴേ അവര് 2 ദിവസം കഴിഞ്ഞ കണ്ടാ വരത്തുള്ളൂ. പോന്നില്ല? പോന്നില്ല. ആണോ? മഴ വരുന്നു. കേറാത്തോ? ഇതിപ്പോ എന്തോ ചെയ്യും? നാനായിട്ട് അങ്ങനെയെങ്കിലും ഇച്ചിരി വെള്ളം അതിനകത്ത് വേണ്ടി. പോയി ഡ്രസ് മാറി നീ കളിച്ചോണ്ടിരിക്കാതെ. നീ അപ്പൊ സീരിയസ് ആയിട്ട് വരുന്നില്ലേ? ഇല്ല. അപ്പൊ അമ്മേനെ കിട്ടും കേട്ടോ. ഇല്ല, ഞാൻ വരുന്നില്ല. നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിക്കും? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. ഇവിടെ മാമിയുണ്ട്, പിന്നെ റൊണാൾഡോ അമ്മ ഉണ്ട്, പിന്നെ അമ്മൂമ്മ ഉണ്ടല്ലോ. ഓഹ്, നിന്റെയൊക്കെ പ്രായത്തിൽ എന്നെ അമ്മ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ കരഞ്ഞ് വിളിച്ച് അങ്ങോട്ട് പറയും, എന്നെ കൊണ്ടുപോയല്ല, പോയല്ലേ പോയല്ലേ എന്ന്. ഇവിടെ ഒരെണ്ണുണ്ടേ, ഇപ്പൊ കിട്ടും അമ്മ വരുമ്പോ. അമ്മ റെഡിയായാ? അമ്മ അത് തക്കൂട് വരുന്നില്ലെന്ന്. പിന്നെ അവനല്ലേ തീരുമാനിക്കണേ വരണില്ലാന്ന്. ഡ്രസ് പോലും മാറിയില്ല അവൻ. ഇപ്പൊ കിട്ടേ. എഴുന്നേക്ക്. ഞാൻ വരുന്നില്ല. ഉടുപ്പ് മാറടാ. ഇല്ല, ഞാൻ വരുന്നില്ല. പിന്നെ ഇവിടെ ആര് നോക്കാനാ? ഇവിടെ മാമിയുണ്ട്, പിന്നെ റൊണാൾഡോ അമ്മ ഉണ്ട്, പിന്നെ അമ്മൂമ്മയുണ്ട്. മാമിക്ക് ഇവിടെ പണിയില്ല, നിന്നെ നോക്കിക്കൊണ്ടിരിക്കലാണോ പണി? പിന്നെ റൊണാൾഡോ അമ്മ ഉണ്ടല്ലോ. റൊണാൾഡോ അമ്മന് വേലയ്ക്കും പണിക്കൊന്നും പോണ്ടേ? അല്ലേ തന്നെ ഇവ ഇവിടെ നിക്കണേ? എന്താ നിന്റെ പ്രശ്നം? എന്താ ഇവിടെ നിക്കണേ? ഇതിന് അമ്മയുടെ ഇവിടെ വരുന്നില്ലേ? ഇല്ല. ഞാൻ പോകുമ്പോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കും. ഞങ്ങള് പാർക്കിൽ പോകും. വേണ്ട. സിനിമയ്ക്ക് പോകും. വേണ്ട. ചാർജ് കുടിക്കും. വേണ്ട. ഇതൊന്നും വല്ലാത്ത വാശിയാണല്ലോ. ഇനി അമ്മ ഒരു സ്ഥലത്ത് പോകുമ്പോ കൊണ്ടുപോകൂല. ചേച്ചി ആടി എല്ലാം എടുത്ത് വെച്ചാ? അതും കൂടി എടുത്തു വെക്കാനുണ്ട്. ഉണക്കമീനാണോ? ആ പപ്പ പറഞ്ഞായിരുന്നു. മണക്കും. ഞാനൊരു കവറും കൂടി എടുത്തിട്ടെ. നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട. ഇവൻ വരുന്നില്ല കേട്ടോ. നീ പോണില്ലേ? സീരിയസ് ആയിട്ടാണ് ഇവൻ പറഞ്ഞത് പോണില്ല? എന്റെ മോളെ അവൻ വന്നില്ലാന്ന് പറഞ്ഞോണ്ടിരിക്കണല്ലോ. രാത്രി തുടങ്ങിയതാ വരുന്നില്ല. അന്നേനിപ്പോ ഇവിടെ നിക്കട്ടെ. ഇവിടെ നിന്നിട്ട് എന്തിനാ? എടാ ഇവിടെ നിന്നാ നിനക്ക് ട്യൂഷന് പോണ്ടി വരും. ഞാൻ ട്യൂഷന് പൊക്കോളാം. എന്റെ പൊന്നോ, അല്ലെങ്കിൽ ഇവൻ ട്യൂഷന് പോകുമ്പോ ഒരു ദിവസം. എന്റെ പൊന്നു മക്കള് വാമ്മയുടെ കൂടെ അകത്തോട്ടെ പോയി പറയുന്നത്.
അന്നേ വേണ്ട ചേച്ചി, ഇവിടെ നിക്കട്ടെ, നിങ്ങൾ പോയിട്ട് പോവാ. ഇനി വല്ല വെക്കാറുണ്ടോ? അടച്ചോട്ടെ. അടച്ചോ അടച്ചോ. അന്നേ നീ വാ. എന്നാ എഴുന്നേക്ക് പോ. ദാ മാമി. കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഓ, ഭയങ്കര സ്നേഹം. ബാ മാമിന്ന്. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ മോളെ. അയ്യോ വാതിലൊക്കെ നിറച്ചക്കിട്ടെ, ജനലൊക്കെ അടയ്ക്കുമ്പോ എല്ലാം എടുത്ത് വെച്ചല്ലോ. താഴെ പുറകിലത്തെ വാതിലടച്ചേ. ആ ഇത് രണ്ടെണ്ണേ ഉള്ളോ? ഓ, കുടവല്ല ഇരിപ്പുണ്ടോ? ഇല്ലയോ? മഴയും പിടിച്ചിട്ട് ഇതിപ്പോ മച്ചമ്മ വിളിച്ച് ചീത്തയും വിളിക്കും. ആ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടത് കാര്യമായി. എന്റെ പരിപാടി ഞാൻ വീട്ടിൽ ഇരുന്നപ്പോ പെട്ടെന്ന് ഒരു വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ പോയി ശരിയാക്കി കൊടുത്തിറങ്ങുമ്പോഴത്തേനും മഴ. പണിയെല്ലാം കഴിഞ്ഞോ? ആ പണി ചെയ്തിട്ടു. എങ്കിലും ഒരു സഹായം ചെയ്യോ? ക്ലീറ്റ നേതാവ് പറഞ്ഞില്ലേ നമ്മുടെ വായനശാല ഉദ്ഘാടനത്തിന്, ബിൽഡിംഗ് ഉദ്ഘാടനത്തിന് നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യേ? നോട്ടീസ് ഒട്ടിക്കുന്ന കാര്യം പറഞ്ഞില്ല. വായനശാലയുടെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടാ. ഒരു 10-20 എണ്ണേ ഉള്ളു. നമുക്ക് രണ്ടുപേരും കൂടെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യും. ആ രണ്ടുപേരുടെ നമ്മള് രണ്ട് എനിക്ക് സമയമില്ല. വീട്ടിലെ ക്ലീറ്റമ്മച്ചമ്മയും ചേട്ടത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ലില്ലി പെണ്ണും അമ്മച്ചി തക്കുടുപോകാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇരുട്ടാവുന്നതിന് മുമ്പ് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ താമസിച്ചാണ് ഈത്ത വിളിക്കും അങ്ങനെ. ഇപ്പം ഈ തണുപ്പൊക്കെ ഇല്ലേ, ഒരു ചായയും കുടിച്ച് നമുക്ക് പൊറോട്ടയും ബീഫോ കഴിച്ചിട്ട് അതൊക്കെ ചെയ്യാം. പൊറോട്ടയും ബീഫ് എന്നല്ല, ഇനി കുഴിമന്തി മേടിച്ചു തരാന്ന് പറഞ്ഞാലും നടക്കത്തില്ല. താമസിച്ച് ഈ പറഞ്ഞ ക്ലീറ്റമ്മച്ചും എന്നെ ചീത്ത വിളിക്കും. ഒരു കാര്യം, നമ്മുടെ പിന്നെ നടരാജനെയും അൻസാർ മെമ്പറെയൊക്കെ വിളി, അല്ലെ ബാബുവിനെ വിളി. നടരാജ് ഇവിടെ ഇല്ല, തമിഴ്നാട്ടിൽ പോയി മുത്തുലക്ഷ്മിയുടെ കൂടെ കല്യാണത്തിന് പോയതാ. മെമ്പറെ വിളി, അൻസാർ മെമ്പറെ വിളി. മെമ്പറെ വിളി. രാവിലെ മൊബൈൽ മാവിലോട്ട് സ്വിച്ച് ഓഫ്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. നോട്ടീസ് ഒട്ടിപ്പാന്ന് അറിഞ്ഞോണ്ടാ. ഇതിപ്പോ എത്ര നോട്ടീസ് ഉണ്ട് മൊത്തം? 20 എണ്ണേ ഉള്ളു. 20 എണ്ണേ ഉള്ളൂ. പെട്ടെന്ന് തീരും. ഒരു കാര്യം ചെയ്യും, അടുത്ത മഴയ്ക്കും ആ 20 എണ്ണം പോയി പെട്ടെന്ന് കൊട്ടി ചെൽ. നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്നെ കൊണ്ട് നടക്കത്തില്ല. എനിക്ക് വീട്ടിൽ ചെന്നേ പറ്റും. ഞാൻ ഇപ്പൊ ഉള്ളത് ഓർച്ചായിട്ട് പാതിക്കും എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. നമുക്ക് കപ്പലിന്റെ ഒക്കെ തിന്ന് കപ്പലിലും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ടാണ്. ഒരു സഹായം ചെയ്തുകൂടെ? ആവശ്യമില്ലാത്ത സഹായങ്ങൾ ആർക്കും ചെയ്യുന്ന ക്ലീറ്റോ മച്ചപ്പി തന്നെ പറഞ്ഞു. എനിക്കിപ്പോ ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റൂ. ഈ കുടയും തരാമോ? എന്താ കുട കിട്ടുമ്പോ താണ്ട് ഇതിങ്ങനെ നോക്കും, എന്നിട്ട് മഴയ്ക്ക് മുമ്പ് എനിക്ക് വീട്ടിൽ എത്താം. എന്റെ കുട എന്തോ ചെയ്യാൻ ഇനി ഒറ്റയ്ക്ക് ഉള്ളു, ഏറ്റവും പോയത്. KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. ചപ്പാത്തി ചൂടുണ്ട്. അമ്മയ്ക്ക് എത്ര വേണം? ഒന്ന് വൈകി തിന്നിട്ട് പിന്നെ തക്കുടു ഒന്ന് മതിയോ? ഞാൻ അപ്പൊ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങാം. അറിയാ. ഹലോ ലില്ലിപ്പൻ, വരുവാണ്. എത്ര നേരമായി കൊണ്ടുവരൂ വെച്ച് താമസിപ്പിക്കുന്നത്? കൊണ്ടുവരട്ട്. ചിക്കൻ കറിയാ? ഞാൻ മേടിച്ച് വെജിറ്റബിൾ കുറുമയായിരിക്കുന്നു. ഇത് വേണ്ടേ? ഇത് ഇന്നലെ മേടിച്ച ചിക്കൻ അല്ലേ ഇത്? അതിനെന്ത്? എന്താ ലില്ലിപ്പണ്ണ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് കറി വെച്ചാൽ ശരിയാവത്തില്ലേ? കഴിച്ചൂടാ, അത് കേടാത്. കേടാണ്, എന്നേ കഴിക്കണ്ട. അല്ല അതല്ല, അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചില്ലെങ്കിൽ അതിരുന്ന് വീണ്ടും കേടാവും. അങ്ങനെ അവരോട് നീ ചോദിക്കല്ലേ? കുറച്ച് കേട്ടോ, ഗ്രേവി ഗ്രേവി മതി. ബേബി മതി, ബേബി ബേബി ഇഷ്ടം കഷ്ണം. ബേബി ബേബി. അമ്മ കഷ്ണം വേണ്ടേ? നല്ലമ്മ. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ പാലെ പോയായിരുന്നെങ്കിലേ നല്ല ഒന്നാം തരം മുയലിറച്ചിയും തോട്ടത്തിൽ പണിക്കാർ കൊണ്ടുകൊണ്ടു സൂപ്പർ ഇറച്ചിയൊക്കെ കഴിച്ചുകൂടായിരുന്നു. ഈ ചിക്കൻ കറിയായിട്ട് കുസ്തി കൂടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ മാമിയുടെ ചിക്കൻ കറി കഴിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? അവൻ അങ്ങനെയാണ് അവന്റെ സ്വഭാവം. അവന് ഇവിടം വിട്ട് എങ്ങും പോണത് ഇഷ്ടമല്ല. തങ്കത്തിന്റെ സ്വഭാവം അവന്. പക്ഷെ മുത്തിനതല്ല, ക്ലീറ്റസിന്റെ സ്വഭാവം. ഏത് ഉറക്കത്തിലാതായി പാദയാത്ര ആയാലും പാലേ പോണം, അപ്പോഴേ അവള് ചാടിപ്പോവും. എനിക്ക് ഇവിടെ അയക്കുന്നതാ ഇഷ്ടം. അതൊന്നും കൊണ്ടൊന്നുമല്ല. കൊച്ചിന് മാമി ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ പോവാഞ്ഞത് അല്ലേ? ഇവിടെ മാമന് ഇല്ലാത്തതുകൊണ്ട് മാമി ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് മാമിക്ക് കൂട്ടായിട്ടല്ലേ കുഞ്ഞിവിടെ നിന്നത്? മാമിക്ക് കൂട്ടാൻ പിന്നെ അതൊന്നുമല്ല. തക്കുട് പോകാഞ്ഞത് റൊണാൾഡോ അങ്ങനെ വിട്ടു പിരിഞ്ഞിരിക്കാൻ കുഞ്ഞിന് വയ്യ. പിന്നെ വൈകിട്ട് കപ്പലിന്റെ മുട്ടായി മേടിച്ചു കൊടുത്ത്, ബോംബെ പൂടെ മേടിച്ചു കൊടുത്ത്. ആര് മേടിച്ചു കൊടുക്കും അങ്ങനെ? അല്ലേ, അതുകൊണ്ടല്ലേ പോകാത്തെ? ആണാടാ, എനിക്ക് ഇവിടെ അയക്കുന്നതാ ഇഷ്ടം. ആ കൊച്ചു പറഞ്ഞ ഈ 3 പേരിൽ ആരോടാ കൊച്ചിന് കൂടുതൽ ഇഷ്ടം പറഞ്ഞേ? അങ്ങനെ വെച്ചാൽ എല്ലാരും ഇഷ്ടം. അങ്ങനെയല്ല, അവിടെ ഇവിടെ എന്താ പറഞ്ഞിട്ട് അല്ല. ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തക്കുടിന് ആരാ? എനിക്ക് എല്ലാരും ഇഷ്ടം തന്നെ. ഇത്തിരി പൊട്ടിക്ക്. എനിക്ക്
ഇപ്പൊ ഇഷ്ടം പറ. ഇഷ്ടം ഇവിടെ ഇരിക്കുന്ന ചിക്കനോടും ചപ്പാത്തിയോടും. ചിലപ്പോ അവന് ക്ലീറ്റസിന്റെ സ്വഭാവം വരും അല്ലേ മോനെ? അല്ലേ? കഴിച്ചിട്ട് അവിടെ അമ്മാവന്റെ മുറി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. അവിടെ അല്ലേ കിടക്കുന്നത്? പേടിയാണ്, ഞങ്ങളവിടെ താഴെ ഒന്ന് കിടക്കാം. ലില്ലിപ്പന്റെ മുറിയിൽ താഴെ ഒന്ന് കിടക്കാം പായിട്ട്. വേണ്ട, ഇവിടെ കിടന്ന് എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ഏട്ടനില്ലാതെ എത്ര ദിവസം കിടന്നു. റൊണാൾഡോ അമ്മ, റൊണാൾഡോ അമ്മ. റൊണാൾഡോ അമ്മ, 6 മണിക്ക് ഓയില് മാറി കൊണ്ട് റൊണാൾഡോ അമ്മ, റൊണാൾഡോ അമ്മ, റോസ്മേരി റൊണാൾഡോ അമ്മ. റൊണാൾഡോ അമ്മ, ഞാൻ പൈസ എടുത്തിട്ടില്ല. തങ്കം ചേട്ടത് ഞാൻ പൈസ എടുത്തിട്ടില്ല. അതാ അതിൻ്റെ അത്. അമ്മുമ്മ, അമ്മുമ്മ, അമ്മുമ്മ. മാമി, മാമി, മാമി. ആ ബാ. എന്നാപ്പാ കുഞ്ഞു ഉറങ്ങിയില്ലേ? എന്ത് പറ്റി? ഇല്ല. എന്തിനാ കറിയണേ? ഉറക്കം വരുന്നില്ലേ? എന്ത് പറ്റി? അന്ന് ഇന്ന് മാമിയുടെ കൂടെ കിടക്കാൻ. ഇല്ല. എന്താന്ന്? എനിക്ക് അമ്മയെ കാണണം. അതാണാ. അമ്മ ഇപ്പൊ നാളെ ഇങ്ങോട്ട് വരുമല്ലോ. പിന്നെന്താ കുഴപ്പം? ഇനി നാളെ ഇന്ന് കാണണം. ഇന്നിപ്പൊ ഇനി എങ്ങനെ കാണുന്നു? ഇപ്പൊ എത്ര സമയമായി? ഇല്ല, എനിക്ക് ഇന്ന് കാണണം. അയ്യേ, നീ എന്ത്? അമ്മ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചതാ, അപ്പോഴൊന്നും കുഞ്ഞു പോയില്ലല്ലോ. അപ്പൊ എന്താ, മാമിയുടെ കൂടെ നിന്നോളാം, അമ്മുമ്മയുണ്ട്, റൊണാൾഡോ അച്ചാച്ചനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ പോയാ? എനിക്ക് ഇപ്പൊ അമ്മയെ കാണണം. ഇപ്പൊ എങ്ങനെ കാണാനാണ് പൊന്നെ? ദേ ഇങ്ങനെ വാശി പിടിക്കല്ലേ, ഇവിടെ എല്ലാരും ഇല്ലേ? അത് റൊണാൾഡോ അച്ചാച്ചൻ്റെ കൂടെ കിടക്കണ്ട, മാമിയുടെ കൂടെ കിടന്നാ മതി. ഒരു കാര്യം പറയട്ടെ, അയ്യേ പിള്ളേരിങ്ങനെ വാശിയൊന്നും പിടിക്കാൻ പാടില്ല. എനിക്ക് അമ്മയെ കാണണം. അമ്മേനെ കാണാലോ. നേരം വെളുക്കുമ്പോ കുഞ്ഞിനെ അതേ റൊണാൾഡോ അച്ചാച്ചനോട് പറയാം, അങ്ങോട്ടും ഉണ്ടാക്കി തരാൻ പറയാം. ഇപ്പൊ കാണണം. ഇപ്പൊ കാണാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞാ കാണാൻ പറ്റൂല. ഇപ്പൊ ഞാൻ ഉറങ്ങൂല. ഇതേ മാമിയുടെ കിടന്ന് പറഞ്ഞ മാമിയെ കഥയൊക്കെ പറഞ്ഞു തരാം. മാമി ഇവിടെ കുഞ്ഞു കിടന്ന കുഞ്ഞിന് കഥയൊക്കെ പറഞ്ഞുതരാം, പാട്ടൊക്കെ പാടിത്തരാം. അമ്മയെ കാണണം. അങ്ങനെ വാശി പിടിക്കല്ലേ തൊക്കുള്ളൂ. അമ്മ കാണണം. ഇവിടെ കിടന്ന് മാമിയുടെ കൂടെ കിടക്കാം മാമിയുടെ കൂടെ. ഇല്ല, എനിക്ക് അമ്മയെ കാണണം. അമ്മേ, അമ്മേ, തക്കട് തക്കട് തക്കട്. മാമിയുടെ പൊന്നല്ലേ, മാമി കുഞ്ഞിനെ നാളെ കടയിൽ കൊണ്ടുപോയിട്ട് മിഠായിയൊക്കെ വാങ്ങിച്ചു തരും. എന്റെ മക്കളെ, പാലായി പോയ അമ്മ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞാ എങ്ങനെ കാണാനാ? അമ്മ വരട്ടെ. ആ ദേ ഇവിടെ ഇങ്ങോട്ട് വാ. 2 ദിവസം കഴിയുമ്പോ അമ്മ. രണ്ടല്ല, നാളെ വരും. ഇവനെങ്ങനെ ഇവിടെ വന്ന്? എന്റെ അടുത്ത് ഉറങ്ങി നീ എന്തിനാ ഇവിടെ വന്ന്?
നിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയ ചെറുക്ക ഇങ്ങോട്ട് വന്ന നീ കണ്ടില്ലേ? ഞാൻ ക്ഷീണം കൊണ്ട് നല്ല ഉറക്കമായിരുന്നു. ആ ഫസ്റ്റ് അവൻ ആദ്യം കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തായിരുന്നു. അമ്മ അതറിഞ്ഞില്ല. അറിഞ്ഞ് അയ്യോ ഞാൻ ഈ പ്രഷറിന്റെ ഗുളിയൊക്കെ കഴിച്ചോണ്ട് കിടക്കുന്നതല്ലേ, ഞാനങ്ങ് ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞ. അവിടെ പോയി കിടക്കാം. എവിടെ കിടക്കാൻ? അവിടെ അവന്റെ അമ്മേനെ കാണുന്നു. അമ്മേനെ ഇപ്പഴാ ഇവൻ ഡോറെ ഭയങ്കര മുട്ടായിരുന്നു വെച്ചാൽ ഞാൻ തുറന്നു നോക്കിയപ്പോ ഇവൻ നിന്ന് കരയുവാ. പിന്നെ അവന്റെ അമ്മേനെ കാണുന്നു പറഞ്ഞോണ്ട്. അമ്മ 2 ദിവസം ഉള്ളിൽ വരും. രാവിലെ വരും. ഇങ്ങനെ നിർബന്ധമൊന്നും കാണിക്കരുത്. പാലായി നിൽക്കുന്ന അമ്മ ഈ വരാതെ കാണാനൊക്കെ. എന്നാ പിന്നെ നിനക്ക് അമ്മയുടെ കൂടെ അങ്ങോട്ട് പോകൂടായിരുന്നോ? എത്ര പ്രാവശ്യം ചേച്ചി വിളിച്ചാണ്, അപ്പോഴൊന്നും അവൻ പോയില്ല. എനിക്ക് അപ്പൊ ഒരു സുഖം ഒരു വഴിയുണ്ട്, വീഡിയോ കോൾ ചെയ്ത് വിളിച്ചോളൂ. വീഡിയോ കോള് കണ്ടിന് ഇപ്പൊ അമ്മ അച്ചാച്ചനൊരു പണി. അച്ചാച്ച പാലേക്ക് കൊണ്ടുപോകും. വണ്ടിയില്ല, വണ്ടിയില്ല. പാലിക്ക് പോകണ്ടോ? പാലിക്കും പോകണ്ടേ നിനക്ക്? പാലിങ്ങോട്ട് വരുമോ? ഈ കാര്യത്തില് അവന് കനകന്റെ അതേ സ്വഭാവം തന്നെയാ. തന്തേരെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകും, രാത്രി ആവുമ്പോൾ നിലവിളിക്കും, എനിക്ക് അമ്മയെ കാണണേ, അമ്മയെ കാണണേ, അമ്മയെ കാണണേ. ആ സ്വഭാവം തന്നെ ചെറുക്കന്. ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ 6 സ്വഭാവം ഇങ്ങനെ മാറ്റി പിടിക്കാൻ. മാമി ഒരു കാര്യം പറ്റേ, ഒന്നെങ്കിൽ മാമിയുടെ കൂടെ കിടക്ക്, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കൂടെ കിടക്ക്. എനിക്ക് അമ്മ മതി. എനിക്ക് അമ്മ അടുത്ത് പോണം. ഇച്ചിരി കുടിച്ചോ? ഇച്ചിരി കുടിച്ചു. റസ്ക് പോകണം. അത് എന്റെ അടുത്ത് മുന്നേ കാണിക്കേണ്ട കാര്യം എന്ത്? ഇവനല്ലേ ഒപ്പിച്ച്. അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനിയും മച്ചമ്മിയും തങ്കഞ്ചേട്ടത്തി എവിടെയെങ്കിലും പോന്നെ ഞാൻ പെഞ്ഞില്ല, അവിടെ ഇവിടെ ഇരിക്കരുത്, മര്യാദയ്ക്ക് അങ്ങോട്ട്. അതെ, അതൊരു കാര്യം കറക്റ്റ്. നീ പോയിക്കോണം അവരുടെ കൂടെ, കേട്ടല്ലോ. എന്തോന്നടാ, അത് കൊച്ചല്ലേ, ഇത് വല്ലതും അത് മനസ്സിലാവോ അതിന് പറഞ്ഞ? മനസ്സിലാവുന്ന ഭാഷയിൽ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്ക്. അവൻ മനസ്സിലാക്കണം. അവൻ രാത്രി കിടന്നിട്ട് ഇങ്ങനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നാളെ തുലിച്ചേച്ചിയുടെ വീട്ടിൽ ഇരിക്കുമല്ല. ഇവിടുന്ന് പാല വരെ എത്ര മണിക്കൂർ യാത്ര ഉണ്ടെന്ന് നമുക്കറിയാം. ഉണ്ട്, എനിക്കറിയാം. പക്ഷെ അത് കൊച്ചിന് അറിഞ്ഞൂടല്ലോ. കൊച്ചുങ്ങൾക്ക് സാധാരണ ഉറങ്ങാൻ നേരത്ത് അമ്മ ഇല്ലെങ്കിൽ ഒക്കത്തില്ല. അമ്മമാരടുത്ത് കിടന്നാണ് ഈ പ്രായത്തിൽ ഉറങ്ങുന്നത്. അതുകൊണ്ട് കൊച്ചങ്ങനെ നിർബന്ധം കാണിക്കുന്നത്. അതിന് ഇങ്ങനെയാണോ പറയേണ്ടത്? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ മോനെ. ഇനി ഇങ്ങനെയുള്ള വാശികൾ പിടിക്കല്ലേ മോനെ. അമ്മയും അച്ഛൻ്റെയും കൂടെ പോണേ മോനെ. അവനതങ്ങ് ആക്ഷേപിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് വർത്തമാനങ്ങൾ അല്ലേ? എടാ, ഇത് മുത്താണോ ഇത്? മുത്തിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. പിന്നെ അല്ലേ അവൾക്ക് കാണണമെന്ന് തോന്നി അവൾക്ക് കാണണമെന്ന് വാശി പിടിക്കും. ആ പ്രായമാണോ ഇത്? പ്രോത്സാഹിപ്പിക്കും. ഉറക്കം പോയത് മിച്ചം. അച്ചാച്ചൻ അതിനെ ഉറക്കം വെച്ച് വിട്ടിരുന്നത് അച്ചാച്ചന് പോയി കിടന്ന് ഉറങ്ങാൻ വയ്യായിരുന്നു. അത് നിങ്ങൾ പെണ്ണുങ്ങളെ പൊടിക്കൊച്ചിനെ മാത്രം എടുത്തിട്ട് എനിക്ക് പോയി കിടന്ന് ഉറക്കം വരൂ. ഇത് ഞങ്ങൾ ഇവിടെ എന്താ കുഴപ്പം? നേരം വെളുക്കാറായി. അപ്പം അമ്മച്ചി വരുമ്പോ കേക്കാം കേട്ടോ. അവിടെ ചെന്ന് കാല് പോലും കുത്തില്ല. ഒന്നും പറയത്തില്ല മക്കളെ ഒന്നും പറയത്തില്ല. കരയല്ലേ മക്കള്. എന്റെ ചന്തി ഇന്ന് വെണ്ണീറാവും, നോക്കിക്കും. ഇവിടെ നിർത്തിക്കോ കേട്ടോ. അയ്യോ എന്റെ പൊന്നേ, എന്താ ചേച്ചി? വേണ്ടാ, ഇനി എവിടെ പോയാലും അവനെ കൊണ്ടുപോയിക്കോളണേ. സഹിക്കാൻ പറ്റത്തില്ല അവന്റെ നിർബന്ധം. എന്തൊരു വാശിയായിരുന്നു ചേച്ചി. അമ്മ സോറി അമ്മ, ഇനി ഞാൻ വന്നോളാം. ഇപ്പൊ സമയം എന്തായടാ? സമയം എന്തായടി? ഒരു 4:30 കഴിഞ്ഞാൽ തോന്നുന്നു. ഇത്രയും സമയമായിട്ട് നീ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇവരെ ആരെങ്കിലും ഉറങ്ങിയോ? അമ്മ ഉറങ്ങിയോ? നിന്നോട് ഞാൻ പോയപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ എന്താ മോൻ പറഞ്ഞത്? അമ്മ ഇപ്പൊ എവിടെന്നോ വരുമല്ലേ രാത്രിക്ക് രാത്രി അല്ലേ? അപ്പൊ ശരിക്കും അമ്മ എന്താ ചെയ്യേണ്ടത്? അടിക്കണം. ഇനിയിപ്പൊ പോട്ട്. നിന്നോടെ സാരമില്ല. എന്റെ ദൈവമേ, അമ്മയുടെ പൊന്നെ അഹങ്കാരം.